ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 310. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 27. ഇത് ഇടനാഡിയെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 3 നാഡികളാണുള്ളത്. ഒന്ന് സുഷുമ്ന, നട്ടെല്ലിലൂടെ പോകുന്ന ആ സാധനം. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇടതുവശത്ത് ഇടയും മറ്റേ വശത്ത് പിംഗ്ള എന്നീ 2 നാഡികളുണ്ട്. ഈ നാഡികളെ പറ്റി ആധുനിക ശാസ്ത്രം അതിനങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സുഷുമ്ന നാഡിയെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പിംഗ്ള എന്നീ നാഡികളെ പറ്റി അത്ര അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ നാഡികളിലൂടെയാണ് ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, ശ്വാസത്തെപ്പോലും, ഹാർട്ട് ബീറ്റ്, ശ്വാസം, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ നാഡികളിലൂടെയാണ്. അത് നാഡികളിലൂടെ ഗ്രഹങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഗ്രഹം ചലിക്കുന്നതനുസരിച്ച് നമ്മുടെ നാഡികളിലൂടെയും ഈ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക് സമാനമായ അതിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സിഗ്നൽ സിസ്റ്റം സഞ്ചരിക്കുന്നുണ്ട്. ആ സിഗ്നലുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളെ ചിന്തകളെ, നമ്മൾ എന്ത് കർമ്മം ചെയ്യണം, ആ സമയത്ത് അതാണ് ഓരോ ചിന്തകൾ ഉണർത്തിയിട്ട് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നാഡികളെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഈ അഥർവവേദത്തിലെ ഈ മന്ത്രം. കാരണം അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. സയൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻ ടെക്നോളജി, മെഡിസിൻ, എൻജിനീയറിംഗ് എന്നെല്ലാം പറയുന്ന പോലെ. ആയുർവേദത്തിൽ അഥർവവേദത്തിൽ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശരീരശാസ്ത്രവുമായിട്ട്, മെഡിസിന് സമാനമായിട്ടുള്ളത്. ആ നമ്മുടെ ശരീരത്തിലെ നമ്മളെ നിയന്ത്രിക്കുന്ന ആ ശക്തിവിശേഷത്തെ പറ്റി, എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, അത് ഏതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നെല്ലാമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നാഡികളിൽ ഒന്നാണ് ഇട. ആ ഇടയെ പറ്റിയുള്ളൊരു പരാമർശമാണ് ഇത്. എന്താണ് ഇട? ആ ഇട ഏതിലൂടെയാണ്, ഏതാണ് നമ്മുടെ ശരീരത്തിൽ ഏതാണെന്നുള്ള കാര്യമെല്ലാം നമുക്ക് പിന്നീട് നോക്കാം, ആ വിഷയം വരുന്നിടത്ത്. ഇവിടെ ഇടയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ശരീരത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഇട എവിടെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് പറയും. അപ്പം ഈ ഇട എന്ന നാഡി ഇടതുവശത്താണുള്ളത്. നമ്മുടെ സുഷുമ്ന നാഡിയുടെ ഇടതുവശത്താണ് ഇടയുള്ളത്. പിംഗള വലതുവശത്താണുള്ളത്. ഇടയിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. പിംഗളയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ചലനങ്ങളനുസരിച്ച് അവ, സൂര്യൻ ചലിക്കുക എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ഭൂമിയാണ്. സയൻസിൽ അങ്ങനെ എടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ സയൻസിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെ അടിസ്ഥാനമാക്കിയാണ് പറയുക. നമ്മളെ അടിസ്ഥാനത്തിൽ പൊസിഷൻ മാറുകയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ നാഡികളിൽ അത് ചലിക്കുന്നുണ്ട്. അങ്ങനെ ചലിക്കുമ്പോഴാണ് വെളുത്ത വാവ്, കറുത്ത വാവെല്ലാം ഉണ്ടാകുന്നത്. അത് നമ്മളെ നാഡികളിലും സംഭവിക്കുന്നുണ്ട് ഈ ചലിക്കുന്നതനുസരിച്ച്. ഇവിടെ ചലിക്കുന്നത് ഗ്രഹത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്ന ബലമാണ്. അത് സിഗ്നലായിട്ടാണ് നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. അല്ലാതെ
ചന്ദ്രൻ ചലിക്കുന്നതെന്ന് വെച്ചാൽ ചന്ദ്രൻ നേരെ ഇങ്ങോട്ട് വന്ന് ചലിക്കുകയല്ല, നാഡികളിലൂടെ പോവുകയല്ല. ചന്ദ്രൻ്റെ ബലം നമ്മിൽ നാഡികളിൽ ആക്ട് ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ പൊസിഷൻ അനുസരിച്ച് നാഡികളിൽ അതിൻ്റെ സ്ഥലം ഈ നാഡികളിലൂടെ മുകളിലോട്ടും താഴോട്ടേക്കും പോകുന്നുണ്ട്. അതുപോലെ സൂര്യൻ്റെ പൊസിഷൻ, രാശിചക്രത്തിലെ സൂര്യൻ മാറുന്നതനുസരിച്ച് അത് ചന്ദ്രനും സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സഞ്ചാരം വരുന്നത്. നമുക്കറിയാലോ, സൂര്യനിൽ നിന്നും ചന്ദ്രൻ അകന്നു പോവുകയും ചെയ്യും. എതിരെത്തുമ്പോൾ വെളുത്ത ഭാവമുണ്ടാവും, തിരിച്ച് സൂര്യനോട് ചേരുമ്പോൾ കറുത്ത ഭാവമുണ്ടാവും. ഈ ഒരു ചക്രമാണ്, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചക്രമാണ് നമ്മുടെ ഇട, പിങ്കള എന്നീ നാഡികളിലൂടെ, അതായത് വെളുത്ത ഭാവം കറുത്ത ഭാവം ഉണ്ടാകുന്ന ആ ഒരു ചക്രമുണ്ടല്ലോ, ആ ചക്രമാണ് നമ്മളെ ഇടയിലൂടെയും പിങ്കളയിലൂടെയും ഇങ്ങനെ ചലിക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം ഇനി ശാസ്ത്രലോകം മനസ്സിലാക്കിയ ഒരു കാര്യമില്ല. ശരീരത്തിന് ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയാണെന്നൊന്നും ശാസ്ത്രലോകത്തിന്, ആധുനിക ശാസ്ത്രലോകത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം കണ്ടെത്താൻ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് വേദം പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ ഇത്ര മനസ്സിലാക്കുക, സൂര്യൻ നമ്മളെ ശരീരത്തെ സ്വാധീനിക്കുന്നത് പിങ്കള എന്നൊരു നാഡിയിലൂടെയാണ്. അത് നട്ടെല്ലിൻ്റെ വലതുവശത്താണുള്ളത്. ചന്ദ്രൻ്റെ ചലനം നമ്മൾ ഒരു സിഗ്നൽ പ്രവാഹം ഉണ്ടാക്കുന്നുണ്ട് ഇടതുവശത്തെ ഒരു നാഡിയിൽ കൂടി. അതിനാണ് ഇട എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് പോകാം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 3 സൂക്തം 27. ഋഷി മേധാതിഥി ദേവത ഇട ഛന്ദസ് തൃഷ്ടുപ്പ്. ഇടൈവാസ്മാം അനു വസ്താം പ്രതേന യസ്യാ പദേ പുനദേ ദേവയന്ത ധൃതപതി ശാക്വരി സോമപൃഷ്ടോപ യജ്ഞ സമസ്ഥിത വൈശ്വദേവി. ഭാവാർത്ഥം: ആഗ്രഹങ്ങൾ അങ്ങനെ മോഹിക്കുമ്പോൾ ഇട എന്ന നാഡിയിലൂടെയാണ് അത് സാധിക്കുന്നതും അത് വേഗത്തിലും വൃത്തിയായിട്ടും കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ കഴിവുള്ളവളാകുന്നു. അതെന്താണ്? അത് നമ്മുടെ യജ്ഞം പ്രകാശമാനമാക്കും, കർമ്മഫലപ്രാപ്തി നേടിത്തരും. ഇടാനാടി അതിനായിട്ട് പ്രവർത്തിക്കുന്നു. ആഗ്രഹങ്ങൾ മോഹിക്കുന്നവൻ ഇട എന്ന നാഡിയിലൂടെയാണ് അത് സാധിക്കുന്നത്. നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത്, ആഗ്രഹങ്ങൾ മോഹിക്കുന്നത്, മോഹമെല്ലാം ഇതിലാണുള്ളത്, മനസ്സിലാണ് ഉള്ളത്. മനസ്സിൻ്റെ കാരകത്വം ആർക്കാണുള്ളത്? ചന്ദ്രനാണ് ഉള്ളത്. അപ്പം ആ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നത് ചന്ദ്രൻ പ്രത്യേക സ്ഥാനത്ത് വരുമ്പോഴാണെന്ന് ജ്യോതിഷത്തിൽ നമുക്കറിയാം. ഈ ചന്ദ്രൻ ഏതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്? നമ്മളെ ഇടതുവശത്തുള്ള നാഡികളിലൂടെ സഞ്ചരിച്ചിട്ട് പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതും മനസ്സിൽ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടുന്നതും. അത് നമ്മളെ കർമ്മങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്, ഫലത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമ്മളിലൂടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇടതുവശത്തുള്ള ഇട എന്ന നാഡിയിലൂടെ. അത് വേഗത്തിലും വൃത്തിയായും കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മളെ വേഗത്തിൽ അത് നമ്മുടെ നാഡികളെ പ്രേരിപ്പിച്ചിട്ട് അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. ഈ ഗ്രഹങ്ങളുടെ ചലനം, ചന്ദ്രൻ്റെ ചലനം ഇടതേ ഇടയിലൂടെ സഞ്ചരിക്കുന്നതനുസരിച്ച് അത് നമ്മളിൽ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണയുണ്ടാക്കിക്കൊണ്ട് നമ്മളെ പെട്ടെന്ന് കർമ്മത്തിലേക്ക് നയിക്കും. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നത്. അതിനുള്ള കഴിവുണ്ട് ഏതിന്? ഇട നാഡിക്ക്. അത് നമ്മുടെ യജ്ഞം പ്രകാശമാനമാക്കും.
നമ്മുടെ എല്ലാ യജ്ഞങ്ങളും പ്രകാശമാനമാക്കുക എന്നാൽ അത്രയും ഭംഗിയായി നിർവഹിക്കാൻ സഹായിക്കുന്നത് ഈ ഇട എന്ന നാഡിയാണ്. അതിലൂടെ ചന്ദ്രനാണ്. ആകാശത്ത് സഞ്ചരിക്കുന്ന ചന്ദ്രൻ്റെ ചലനമനുസരിച്ച് നല്ല സ്ഥാനങ്ങളിൽ വരുമ്പോൾ അത് നമ്മുടെ നാഡികളിലും നല്ല സ്ഥാനവും മോശമുണ്ട്. അതിനനുസരിച്ച് നല്ല സ്ഥലത്തേക്ക് വരുമ്പം അത് ആക്ടിവേറ്റ് ചെയ്യും. നമ്മളെ നാഡീവ്യൂഹങ്ങളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കർമ്മങ്ങളിലേക്ക് നയിച്ചിട്ട് നമ്മളെ യജ്ഞത്തെ പ്രകാശമാനമാക്കും. എന്നിട്ട് കർമ്മഫലപ്രാപ്തി നേടിത്തരും. നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് കർമ്മത്തിനും ഇറങ്ങിത്തിരിക്കാൻ പേടിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഇട എന്ന നാഡിയാണ്. ആ നാഡിയിലൂടെയാണ് ചന്ദ്രൻ എന്ന ഗ്രഹം നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇടനാഡി അതിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെയുടെ ഫങ്ഷൻ ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ശരീരത്തിൻ്റെ ഇടതുവശത്തുള്ള ഇട എന്ന നാഡിയാണ് നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിച്ചിട്ട്, മനസ്സിലൂടെ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കർമ്മത്തിലേക്ക് നയിച്ചിട്ട് അതിന് ഫലം നൽകുന്നത്. മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ്റെ ചലനമനുസരിച്ച് ചന്ദ്രൻ ഇട എന്നീ നാഡികളിലൂടെ അത് അതിനൊരു സിഗ്നൽ സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് ഇടയിൽ. ആ സിഗ്നൽ സിസ്റ്റമാണ് നമ്മളെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളെ യജ്ഞങ്ങളിലേക്ക് നയിക്കുന്നതും ആ യജ്ഞങ്ങൾ അതിന് ഫലം നൽകി തരുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആയുർവേദത്തിൽ ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ശാസ്ത്രലോകം ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരോടും നമ്മളിപ്പോൾ ഏതാണ് ഇട എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. കാരണം ആധുനിക ശാസ്ത്രം അതിന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ആധുനിക ശാസ്ത്രത്തിന് സംഗതിയുണ്ട്. അവർ സാധനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അത് ശരീരത്തിൻ്റെ ഇടതുവശത്താണുള്ളത്. ആ നാഡികളിലൂടെയാണ്. പക്ഷേ സുഷുമ്ന അവർക്കറിയാം. പക്ഷേ ഇങ്ങനെ സുഷുമ്ന അറിയെങ്കിലും അത് സൂര്യനുമായിട്ട് അതിന് ബന്ധമുണ്ട്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. കാരണം ശാസ്ത്രലോകം അത് തിരിച്ചറിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അടുത്ത് തന്നെ അത് അവർ തിരിച്ചറിയും.